നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കെതിരെ കടുത്ത നടപടിയുമായി ട്രംപ്. വീണ്ടും 25% തീരുവ കൂട്ടി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും 25% തീരുവ ചുമത്തി അമേരിക്ക. ഇതു സംബന്ധിച്ച ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. നേരത്തെ ചുമത്തിയ 25% തീരുവയ്ക്ക് പുറമെയാണിത്. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ആകെ തീരുവ 50%. ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അധികം തീരുവ ഇന്ത്യക്കാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യക്ക് മേലുള്ള തീരുവ കാര്യമായ തോതിൽ വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർക്ക് നേരെ നഴ്സുമാരുടെ അതിക്രമം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ENT വിഭാഗത്തിലെ വനിതാ ജൂനിയർ ഡോക്ടറെ ജോലി സമയത്ത് ആക്രമിച്ചെന്ന പരാതിയെ തുടർന്ന് 7 നഴ്സുമാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചു. സംഭവ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരെ 2 ദിവസത്തേക്ക് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ ആശുപത്രി സൂപ്രണ്ട് ഉത്തരവിട്ടു. കേരള മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് അസോസിയേഷൻ ആശുപത്രി സൂപ്രണ്ടിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. സൂപ്രണ്ട് നിയോഗിച്ച അന്വേഷണ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ തീരുമാനം. 2 ദിവസത്തെ ഈ അവധി ലീവ് അല്ലെങ്കിൽ ഓഫായി കണക്കാക്കില്ലെന്നും 3-ാം ദിവസം സൂപ്രണ്ടിന്റെ അനുമതിയോടെ മാത്രമേ ജോലിയിൽ പ്രവേശിക്കാൻ പാടുള്ളൂ എന്നും ഉത്തരവിൽ പറയുന്നു. മുറ്റത്ത് നിന്ന് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതിനിടെ തെങ്ങ് കടപുഴകി വീണു. 30 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് വാണിമേലിലാണ് സംഭവം. പീടികയുള്ള പറമ്പത്ത് ജംഷത്തിന്റെ ഭാര്യ ഫഹീമയാണ് മരിച്ചത്. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വളയം പോലീസ് യുവതിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കുഞ്ഞ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും. UK-യിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിച്ചു. 29കാരി പിടിയിൽ. UK-യിൽ ജോലി ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എടവിലങ്ങ് സ്വദേശികളായ 3 പേരിൽ നിന്നും പണം തട്ടിയ കേസിൽ യുവതി അറസ്റ്റിൽ. 3 പേരിൽ നിന്നായി 6.5 ലക്ഷം രൂപയാണ് എടവിലങ്ങ് കാര പുതിയ റോഡ് സ്വദേശിനിയായ സായ തട്ടിയെടുത്തത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലോ അക്കാദമിയിൽ SFI ABVP സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്ക്. 5 SFI പ്രവർത്തകർക്കും 3 ABVP പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റത്. ഒരു SFI പ്രവർത്തകന്റെ തലയ്ക്ക് പരിക്ക് ഗുരുതരമാണ്. SFI വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഭാരവാഹിയും ലോ കോളേജ് 5ാം വർഷ വിദ്യാർത്ഥിയുമായ കൈലാസിന്റെ തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. AVP യൂണിറ്റ് സെക്രട്ടറിയുടെ നട്ടെല്ലിനും പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് സംഘർഷമുണ്ടായത്. ആഴ്ചകൾക്ക് മുമ്പ് AVP സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദിന് മർദ്ദനമേറ്റതിനെ ചൊല്ലിയാണ് സംഘർഷമുണ്ടായത്. പരിക്കേറ്റവരെ പേരൂർക്കട താലൂക്ക് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്.